ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമുക്ക് മുന്നിൽ MSC ഡാലിയ കാണാൻ സാധിക്കും. അതുമാത്രമല്ല 800 മീറ്റർ നീളമുള്ള ബെർത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ അടുത്താണ് നമ്മുടെ ഷിപ്പ് നമ്മുടെ മുന്നിലുള്ളത്. ഏതാണ്ട് 365.8 മീറ്റർ നീളവും 51.2 മീറ്റർ ബെർത്തും 29.9 മീറ്റർ ഡെപ്തും മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 17.5 മീറ്ററും ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 12.8 മീറ്ററുമുള്ള MSC ഡാലിയ ഏതാണ്ട് 14,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC ഡാലിയ ഇപ്പോൾ മൂറിങ്ങിലാണ്. മൂറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഹെവി റോപ്പ് ഉപയോഗിച്ച് ഷിപ്പിനെ അനങ്ങാതെ പോർട്ടിൽ ടൈ ചെയ്ത് നിർത്തുന്നതിനെയാണ് മൂറിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഷിപ്പ് ഇന്ന് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ടിൽ അതായത് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പാണ് MSC ഡാലിയ. MSCയുടെ 3 ഷിപ്പുകളാണ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഷിപ്പ് തന്നെയാണ് MSC ഡാലിയ പോർട്ടിൽ വന്നതിൽ വെച്ച്. അതായത് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ടും ഈ പറയുന്ന ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന 4ാമത്തെ ഷിപ്പാണ് MSC ഡാലിയ നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ MSC ഡാലിയ മൂറിങ്ങിലാണ്. കണ്ടെയ്നർ അൺലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം വിസിറ്റ് ചെയ്യാനാണ് നമ്മുടെ പോർട്ട് മിനിസ്റ്റർ പോർട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും MSC ഡാലിയയിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് പോർട്ട് മിനിസ്റ്റർ പോർട്ടിലെത്തിയിട്ടുള്ളത്. തലയുയർത്തി നിൽക്കുന്ന 5 STS ക്രെയിൻ നമുക്ക് മുന്നിൽ കാണാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഷിപ്പ് നമ്മുടെ മുന്നിലെത്തുമ്പോൾ വളരെയധികം സന്തോഷം തന്നെയാണ്. അതുമാത്രമല്ല, വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പാണ് MSC ഡാലിയ. വളരെ വ്യക്തമായിട്ട് നമുക്ക് MSC ഡാലിയെ അടുത്ത് തന്നെ കാണാൻ സാധിച്ചു. അത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണത്. MSC ഡാലിയ ഇപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിൽ മൂറിങ്ങിൽ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ട്രാക്കിലൂടെയാണ് നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ, ഇത്രയും വലിയൊരു STS ക്രെയിൻ ഈ കാണുന്ന 2 ട്രാക്കിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് ഈ ട്രാക്കിലൂടെയാണ്. നമ്മുടെ ഈ പറയുന്ന ബെർത്തിലെ ട്രാക്കിലൂടെ വളരെ ഈസി ആയിട്ടാണ് മൂവ് ചെയ്ത് നമ്മുടെ ഈ കപ്പലിലെ കണ്ടെയ്നർ ഷിഫ്റ്റ് ചെയ്യുന്നത്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്നത് ഈ പറയുന്ന STS ക്രെയിനുകൾ. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് നമുക്ക് തൊട്ടു മുന്നിൽ കാണുന്ന MSC ഡാലിയ. MSC ഡാലിയ പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. വളരെ ദൂരെയായിട്ട് നിരയായിട്ട് ട്രെയിലറുകൾ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതിന് റെഡി ആയിട്ട് നിൽക്കുന്നതും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. 1.5 ആഴ്ചയായിട്ട് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ഷിപ്പുകളൊന്നും വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ വന്ന ഷിപ്പുകളാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ 3 കപ്പലുകളാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 9 കപ്പലോളം വിഴിഞ്ഞം പോർട്ടിലേക്ക് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന കപ്പലാവട്ടെ MSC ഡാലിയോ, ഇനി വരാൻ പോകുന്ന ഷിപ്പാവട്ടെ MSC ഓറിയോൺ, MSC ആഡ്വിഫൈ. ഈ 2 കപ്പലുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാനുള്ളത്. നമ്മുടെ മുന്നിൽ കാണുന്നത് കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതിന് ട്രെയിലറുകൾ കപ്പലിന്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടെയ്നർ ഹോൾഡ് ചെയ്യുന്ന ട്രെയിലറേയും കാണാൻ സാധിക്കുന്നു. വളരെ മനോഹരമായ കണ്ടെയ്നറുകൾ തന്നെയാണ്. ഗോൾഡൻ നിറത്തിലുള്ള കണ്ടെയ്നറിൽ MSC എന്ന് പറയുന്ന ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ മുന്നിലുള്ള ഈ പറയുന്ന യാർഡ് ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കും STS ക്രെയിനും സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അങ്ങനെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ഫാസ്റ്റായിട്ടാണ് കണ്ടെയ്നറെല്ലാം ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന പോർട്ടിൽ നിരത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച. വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ചകൾ തന്നെയായിരിക്കും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് MSC ഡെയില പുതിയ കപ്പൽ വന്നിരിക്കുന്നു. ഇത് തുടക്കത്തിൽ വന്ന സാൻ ഫെർണാണ്ടോയേക്കാൾ വലിയ ഷിപ്പാണ്. ഏതാണ്ട് 360 മീറ്റർ നീളവും 50-ൽ പരം മീറ്റർ വീതിയുമുള്ള കൂറ്റൻ കപ്പലുകളിലൊന്നാണ് വിഴിഞ്ഞത്തിപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിറക്കുന്ന കണ്ടെയ്നറുകൾ കൊളംബോയിലേക്കാണ് മറ്റ് ചെറിയ ഷിപ്പുകൾ വന്ന് കൊണ്ടുപോവുക. തുടർ ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ ഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരും എന്നാണിപ്പോൾ മെസ്സേജുകൾ വന്നിട്ടുള്ളത്. വലിയ ഷിപ്പുകൾ ഇനിയും വരാൻ പോവുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ
അവരുടെ കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് അയച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് പൊതുവിൽ എല്ലാവരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒക്ടോബർ അവസാനത്തോടെ കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രയൽ റൺ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള നല്ല നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി നബാർഡിൽ നിന്ന് 2100 കോടി രൂപ എടുക്കാനുള്ള തീരുമാനം കരാറായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വളരെ പെട്ടെന്നാണ് കമ്മീഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.